Good morning. Good morning, ma'am. Good morning, Good morning, Good ma'am. morning, ma'am. Good Good morning, morning. ma'am. Good morning. Good morning, ma'am. Good പേരാരാണ്? Good morning, ma'am. ഞാനാണ് പ്രേയർ. പറഞ്ഞോടെ ഗീത. ഗീതു. Okay, ma'am. Bind us together, God, bind us together, because that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King, there is only one body, that is why we sing. Bind us together, God, bind us together, because that cannot be broken. Bind us together, God, bind us together, bind us together with love. Thank you, ma'am. Ma'am, good morning. Good morning, Jolie. Signing. ഒത്തിരി ദിവസമായി മാം കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് അതുകൊണ്ട് ഇന്നൊന്ന് കയറിയതാ. ബുക്കും ടെസ്റ്റും ഒന്നും കയ്യിലില്ല കേട്ടാ. Okay, കുഴപ്പമില്ല. ബാംഗ്ലൂർ മോന്റെ വീട്ടിലാ ഇപ്പോഴ്. അത് ടെസ്റ്റ് ഒന്നും കയ്യിലില്ലേ. Okay, കുഴപ്പമില്ല. കേട്ടിട്ടുണ്ടാ? ഓക്കെ മാം. ഹലോ മാം, ഞാനാണ് സൈനിൻ ഹർഷ. പറഞ്ഞോടാ, കൃഷ്ണ. മാതൃസ്നേഹത്തിന്റെ ആഴം അക്ഷരങ്ങളിൽ ആവാഹിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടില് നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടില് നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടും കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടും കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്. മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വച്ചാലൂറുംബരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ. താഴെ വച്ചാലൂറുംബരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ. തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട്. തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു. തണുതണെ തട്ടിയുറക്കിയിട്ടും ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. തണുതണെ തട്ടിയുറക്കിയിട്ടും ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. Sign in by Harsha from Malappuram. Good morning, ma'am. Good morning, friends. Welcome to our class. നന്നായി പോയിട്ടാ ഹർഷ. Thank you, ma'am. Thought of the day. ഗുഡ് മോർണിംഗ് മാം, ഞാനാണ് രത്ന. ഓക്കെ, ഇന്ന് ചെറുതായിട്ട് എല്ലാരും ഇംഗ്ലീഷിൽ പറയണോണ്ട് ഞാൻ ഇന്നൊന്ന് മലയാളത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ കോട്ട്. ഓക്കെ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടവരല്ല. കോട്ട് പറഞ്ഞിട്ടുള്ളത് APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. Thank you. Okay. നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? Movement.
യൂണിറ്റ് 8. സൊസൈറ്റി കൊഹീഷൻ അല്ലേ? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ കംപ്ലീറ്റ് ആയതാ. അത് കഴിഞ്ഞിട്ടാണ് മൂവ്മെന്റ്സ് കേട്ടോ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 142. മൂവ്മെന്റ് അല്ലേ മാം? അതെ, മൂവ്മെന്റ്. ഓക്കെ. നമ്മൾ എവിടം വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ ഓർമ്മയുണ്ടോ? സെക്കൻഡ് പാരഗ്രാഫ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു ഇല്ലേ? കാരണം എന്താണ്, നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ സ്പോർട്സിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. കൂടുതലായിട്ടും മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഒന്നും ചെയ്യാതെ ഒരു ആക്ടിവിറ്റിയിലും എൻഗേജ് ചെയ്യാതെ മാറി നിൽക്കുന്ന കുട്ടികളെക്കാളും മെന്റൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആകുന്നത് ഈ മൂവ്മെന്റ്സ് ഒരുപാടുള്ള കുട്ടികൾക്കായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ബ്രെയിൻ, ഹാൻഡ്, അതേപോലെ ഐ കോർഡിനേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂവ്മെന്റ്സ് കൂടുതലുള്ളവർക്ക് ബ്രെയിനും ഹാൻഡും അതേപോലെ ഐ ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. The true purpose of movements is to be given the end of existence, that is the development of the mind. നമ്മുടെ മനസ്സിന്റെ ഡെവലപ്മെന്റ്. മൂവ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെന്റൽ ഡെവലപ്മെന്റ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ് ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഒത്തിരി കണക്ഷൻ ഉണ്ട് എന്തിന്, മെന്റൽ ഡെവലപ്മെന്റിന്. ഓക്കെ, all the movements have the most tricky and delicate machinery. നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനും ഒരു ട്രിക്കി അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെഷീനറി. നമുക്കൊരു ഡാൻസ് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡും അതേപോലെ ഫീറ്റും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡാൻസ് ആയാലും സ്പോർട്സ് ഒക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ. ബട്ട് ഇൻ മാൻ നൺ ഓഫ് ഇറ്റ് ഈസ് സെറ്റിൽഡ് അറ്റ് ബർത്ത്. നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടോ ജനിക്കുന്ന സമയത്ത്? ഇല്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, മൂവ്മെന്റ്സ് വരുന്നത്. ഇറ്റ് ഹാസ് ടു ബി ഫോംഡ് പെർഫെക്റ്റ്ലി ബൈ ദ ചൈൽഡ് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്. നമ്മുടെ വേൾഡിലേക്ക് വന്നതിന് ശേഷം കുട്ടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ഈ ഹാൻഡ് മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾ ഈ ഹാൻഡ് മൂവ്മെന്റ്സ് വന്നിട്ട് ആദ്യമൊക്കെ ഈ ഫിംഗർ ഒക്കെ ഇടല ഫുൾ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കായിരിക്കും. ഇങ്ങനെ ആയിരിക്കും. നമ്മൾ കുറെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നിവർത്താനൊക്കെ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കൈകൾ ഇങ്ങനെ നിൽക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഹാൻഡ് മൂവ്മെന്റ്സ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോ എന്തില്ല, അവർക്ക് ഈ മൂവ്മെന്റ്സ് ഇല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ആക്ടിവിറ്റിയിലൂടെയാണ് അവർക്ക് ഈ മൂവ്മെന്റ്സ് വരുന്നത്. അവരുടെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് മൂവ്മെന്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഓൾ ദി മൂവ്മെന്റ്സ് പറഞ്ഞല്ലോ. The child has an internal power to bring about coordination. കുട്ടികൾക്ക് ഒരു ഇന്റേണൽ പവർ ഉണ്ട്. എന്ത് കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് കുട്ടികൾക്ക് ഒരു ഇന്റേണൽ പവർ ഉണ്ട്. Power to bring movements and activities are natural functions of childhood. നമ്മളുടെ നാച്ചുറൽ ഫങ്ഷനിങ് ആണ് ഈ മൂവ്മെന്റ്സും ഈ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളുടെ അതേത് പ്രായത്തിൽ നടക്കേണ്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ, നമ്മൾ ആദ്യം ജനിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തായിട്ട് വെച്ചിങ്ങനെ, അപ്പൊ അവര് കുറച്ച് വലുതായി കഴിയുമ്പോൾ കൈയൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെ അനക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈകൾ ഇങ്ങനെ അനക്കാൻ തുടങ്ങും. പിന്നെയാണ് ഈ ഇത് ഹാൻഡ് ഇങ്ങനെ കൈ അനക്കാൻ തുടങ്ങുന്നു. അതേപോലെ പിന്നെ അവർ എഴുന്നേൽക്കാനായിട്ട് നോക്കും. ഇങ്ങനെ അല്ലെങ്കിൽ കമക്കാനായിട്ട് നോക്കും. കമന്ന് വീഴാനായിട്ട് നോക്കും. പിന്നെ അവർ എഴുന്നേറ്റ് ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കും. ബാക്കോട്ട് ഒന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ അവർ മുട്ടിൽ എഴയാനായിട്ട് ശ്രമിക്കും. മുട്ടിൽ എഴഞ്ഞു കഴിഞ്ഞാലോ
പിന്നെ അവർ പതുക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കും. നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് കിട്ടുന്നവരെയും അവർ നിൽക്കും, വീഴും, നിൽക്കും. അത് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവർക്കൊരു ബാലൻസ് ആയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ കാലെടുത്ത് വെക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെന്താണ്, നടക്കാനായിട്ട് തുടങ്ങും. നടന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റെപ്പ് കയറാനായിട്ട്, നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് സ്റ്റെയർ ഒക്കെ കയറാനായിട്ട് തുടങ്ങും. പിന്നെന്താണ്, അവർ നന്നായിട്ട് ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ പെട്ടെന്നായിരിക്കും കുട്ടികളിൽ മൂവ്മെന്റ്സ് വരുന്നത്. ഓക്കെ, ആക്ടിവിറ്റി ബിക്കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഡെവലപ്മെന്റ്. ഓരോ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ദ മൊമെന്റ് ദാറ്റ് സ്റ്റാർട്ട് ദ ഇന്റലക്ട് വർക്കിംഗ്. നമ്മൾ പറയും, നമ്മൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നടന്നു തുടങ്ങിയോ, കുട്ടി നടന്നോ എന്നൊക്കെ ആൾക്കാർ എന്താ ചോദിക്കുന്നത്. കാരണം മെന്റൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടി നടന്നു തുടങ്ങണമെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ആയി പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങിയാലാണ് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നടന്നു തുടങ്ങാനായിട്ട് പറ്റുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പർ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവന് നടക്കാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ നടക്കുന്നതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The child coordinates its own movements and record the emotion he experienced in coming into contact with the external world. External world ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവൻ ഒരുപാട് മൂവ്മെന്റ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അവൻ എക്സ്പീരിയൻസ് ചെയ്യാണ്, അവൻ എക്സ്റ്റേണൽ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പാരഗ്രാഫിൽ പറയുന്നത് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ മൂവ്മെന്റ്സ് അത്ര പ്രോപ്പർ ആയിരിക്കില്ല, പക്ഷേ അവൻ ഓരോ സ്റ്റേജസ് കഴിയുന്നതിനനുസരിച്ച് അവൻ മൂവ്മെന്റ്സിൽ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. ബർത്ത്ഡേ സമയത്ത് അവന് അത്ര മൂവ്മെന്റ്സ് ഇല്ല, പിന്നെയാണ് അവൻ ഈ ഓരോ മൂവ്മെന്റ്സും വരുന്നത്. അപ്പോ ചൈൽഡ് ബേബിക്ക് വന്നതിന് ശേഷം അവൻ ഓരോ ആക്ടിവിറ്റീസിലൂടെ അവൻ ഈ മൂവ്മെന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടന്നു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് ഒക്കെ പഠിച്ചോ, ഓർമ്മയുണ്ടോ? ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്, ഫിസിക്കൽ ആണോ? ഫിസിക്കൽ ഡെവലപ്മെന്റിലാണ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, സെഫലോകോഡൽ ട്രെൻഡ് അങ്ങനെ എന്തോരാണ് പേര്, നിങ്ങൾ പേര് പറഞ്ഞ ഓർക്കുന്നില്ല. അങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഒരു നമുക്ക് കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കി കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഓക്കേടാ, ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം കുട്ടികളുടെ ഡെവലപ്മെന്റ് ഹെഡ് റീജിയണിലാണ് ആദ്യം സംഭവിക്കുന്നത്. ആദ്യം തലയുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഹെഡ് ഇങ്ങനെ ആ കുട്ടികൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പറയില്ല, തലയുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൈ ഹോൾഡ് ചെയ്യണം. അവരുടെ ഹെഡ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്താണ് പിടിക്കുന്നത്. കാരണം എന്താണ്, അവർ തലയുറച്ചിട്ടുണ്ടാവില്ല. അപ്പൊ തലയുറയ്ക്കുന്നവരെ നമ്മൾ കുട്ടികളെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹെഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെയാണ് ഹെഡാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ബാലൻസ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓരോ റീജിയൻസ് അല്ലെങ്കിൽ ഓരോ പാർട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അവസാനമായിരിക്കും ഈ കാലിന്റെ ഭാഗത്തേക്ക് ഡെവലപ്മെന്റ് വരുന്നത്, അല്ലെ? ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്ന് പറയും ഇതിനെ. ഓക്കെ, അപ്പോ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങള് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ആദ്യം വരുന്ന ഡെവലപ്മെന്റ് ഹെഡ് റീജിയൻ ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ്, എല്ലാ ബോഡി പാർട്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയാൽ മാത്രമാണ് നമുക്ക് താഴത്തേക്ക് ഫുട്ട് പാർട്ടിലേക്ക്, കാൽഭാഗത്തേക്ക് വരുന്നത്. എന്നാൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടന്നു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടോ? വൺ മിനിറ്റ്. ഓക്കേടാ, കുഴപ്പമില്ല, നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും കൂടുതലായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ചെറുതായിട്ട് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ ചിലപ്പോ എന്റെ വോയിസ് കാരണമായിരിക്കും ബ്രേക്ക് ആവുന്നത്.
ആണോ? എന്നാ ഇത് പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്യോ? ജസ്റ്റ് പാരഗ്രാഫ് മീനിങ് മാത്രം പറയാം. ആരും റെഡി അല്ല? ഞാൻ റെഡി ചെയ്യാം. റീഡ് ചെയ്തോടാം. The movements the child obtained are not chosen haphazardly but are fixed, in the sense that each proceeds out of a particular period of improvement. When the child begins to move, his mind, able to absorb, has already taken in his surroundings. He is directed by the cryptic power, great and wonderful, that he manifested little by little. In this way, he becomes a man. He does it with his hands. By experience, first in play, when through work, the hands are the instruments of man's intelligence. He made his mind step by step till it becomes enchanged of memory, the power to understand, and the capacity to think. ഉടമ്പരല്ല മതി. നെക്സ്റ്റ് പാരഗ്രാഫ് പിന്നെ റീഡ് ചെയ്യാം. നമ്മൾ മൂവ്മെന്റ്സ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകർഷണീയമായിട്ടല്ല, അത് ഫിക്സഡ് ആണ്. പെർമനന്റ് ആയിട്ട് ഇന്ന ഏജിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന മൂവ്മെന്റ്സ് വേണമെന്ന് നമ്മൾ ഫിക്സഡ് ആണ് അല്ലെ? എത്രാം മാസമാണ്? 5 മാസത്തിനുള്ളിൽ കുട്ടികള് എന്താണ് 3 മാസം ഉണ്ടാവും. 3 മാസത്തിനുള്ളിൽ കമന്ന് വീഴണം. 5 മാസത്തിനുള്ളിൽ ഇരിപ്പുറക്കണം. 8 മാസത്തിനുള്ളിൽ മുട്ടിൽ എഴുതി തുടങ്ങണം. 1 വയസ്സിനുള്ളിൽ പിടിച്ചു നിൽക്കണം. 1.5 വയസ്സിനുള്ളിൽ നടന്നു തുടങ്ങണം. പിന്നെ അങ്ങനെയല്ലേ നമ്മൾ ഈ മൂവ്മെന്റ്സ് പറയുന്നത്. ഫിക്സഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഇതിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ ഒരു കുട്ടി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവൻ അബ്സോർവ് ചെയ്യാണ്. അവന്റെ മൈൻഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവന്റെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ അവന്റെ മൈൻഡിലേക്ക് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവൻ അബ്സോർവ് ചെയ്യുന്നതിലൂടെ അവനൊരു എന്താ പറയാ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങാണ്. അവൻ എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നത് ഹാൻഡ്സിലൂടെയാണ് അല്ലെ? ഹാൻഡ് മൂവ്മെന്റ്സ് ആണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൈ തൊട്ട് നമ്മളായാലും മുതിർന്നവരായാലും തൊട്ട് മനസ്സിലാക്കാണ്. ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ അത് തൊട്ട് നോക്കി മനസ്സിലാക്കുന്നതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് പ്ലേ ചെയ്യുന്നതിലൂടെ കളിച്ചു തുടങ്ങുന്നതാണ്. ആകസ്മികമായി അല്ല എന്നാ പറയുന്നത്. അപൂർവമായി സംഭവിക്കുന്നതല്ല. ഒരു കുട്ടി നടന്നു വെച്ചാൽ നോർമൽ ആണ്. അത് അവരുടെ ആ ഒരു ഏജ് ആവുമ്പോൾ 1 വയസ്സിൽ നടക്കണം. 8 മാസത്തിൽ നടന്നാലും നോർമലാണ്. 1.5 വയസ്സാവുമ്പോൾ നടന്നു തുടങ്ങിയാലും നോർമലാണ്. ഫിക്സഡ് ആണ്. ഇന്ന ടൈം മുതൽ വരെയും കുട്ടികൾക്ക് നടക്കാം എന്ന് ഉള്ളൊരു ടൈം ഉണ്ട്. അതിനുള്ളിൽ കുട്ടി നടന്നാൽ മതി. അപ്പൊ അത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അപൂർവം, അല്ലെങ്കിൽ അങ്ങനെയല്ല. He does not does it with his hands. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നത് തൊട്ട് നോക്കാണ്. ഏറ്റവും കളിപ്പാട്ടം കാണുകയാണെങ്കിൽ അത് എടുക്കാൻ അവൻ കൈകൊണ്ട് പിടിക്കാൻ നോക്കും. ഒരു ബോൾ അവന്റെ അടുത്തേക്ക് കൂടി പോവുകയാണെങ്കിൽ ആ ബോൾ അവൻ ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഹാൻഡ് ആണ് കൂടുതലായിട്ട് മൂവ്മെന്റ്സിൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഹാൻഡ് മൂവ്മെന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻസ്. ഡാൻസിലായാലും ഹാൻഡ് മൂവ്മെന്റ്സ് അല്ലേ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ. അപ്പൊ ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻ ഇന്റലിജൻസ്. ഒരു വ്യക്തിയിലെ വിജ്ഞാനത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത്. He made his mind step by step till it become enhanced of memory. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കി തൊട്ട് നോക്കി ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. പവർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കപ്പാസിറ്റി ടു തിങ്ക്. പിന്നെ കാര്യം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു കാര്യം ഞാൻ മുമ്പ് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. The human hands allow the mind to reveal itself. നമ്മുടെ കൈകളാണ് നമ്മളുടെ മനസ്സ് എന്ത് ചെയ്യാനായിട്ട് റിവീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഇത് enable the whole being to enter into special relationship with its environment. നമ്മുടെ പ്രകൃതിയായിട്ടും നമ്മുടെ ചുറ്റുപാടായിട്ടും നമുക്ക് എന്താ പറയാ ഇതിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പൂവ് എന്ന് പറയുമ്പോൾ ആ പൂവിനെ തൊട്ട് നോക്കും, അതിനെ ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കുന്നു, മണത്ത് നോക്കുന്നു, സെൻസ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നു.
ടച്ച് എന്ന് പറയുന്നത് സെൻസ് ആണ് അല്ലെ? ടച്ച് എന്ന് പറയുന്ന സെൻസ് അല്ലേ? ഹിസ് ഹാൻഡ്സ് അണ്ടർ ദ ഗൈഡൻസ് of his intellect transform the environment, thus enable him to fulfill his mission in the world. നമ്മുടെ ഹാൻഡ് മുഖേനയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഇസ് വെരി കോംപ്ലെക്സ്. നമ്മുടെ ഈ മൂവ്മെന്റ്സിന്റെ എഡ്യൂക്കേഷൻ കുറച്ച് കോംപ്ലെക്സ് ആണ്. And it must coincide with the all coordinated movements. Movements നമ്മൾ പഠിപ്പിച്ചു തുടങ്ങി അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മൂവ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളുടെ ഇപ്പൊ ഹാൻഡ്, അതേപോലെ ഡാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ ആദ്യം ചെല്ലുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ഹാൻഡും അതായത് നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ദെൻ അത് കഴിഞ്ഞ ഒരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാ മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. With the child has to enact in psychological organism. അപ്പോ അവന്റെ മൈൻഡ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയാൽ മാത്രമാണ് അവന് ഹാൻഡ് മൂവ്മെന്റ്സ് എന്താവുള്ളൂ, പ്രോപ്പർ ആവുള്ളൂ. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡ് മൂവ്മെന്റ്സ് വന്നാലേ അവന് മെന്റൽ ഡെവലപ്മെന്റ്, ഹാൻഡ് മൂവ്മെന്റ്സ് നല്ല മൂവ്മെന്റ്സ് പ്രോപ്പർ ആയാൽ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവുള്ളൂ. ഒരു കുട്ടി നന്നായിട്ട് നടക്കാനായിട്ട് തുടങ്ങിയാലാണ് ചൈൽഡ് ഡെവലപ്പ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വളർച്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നടന്നു തുടങ്ങണം. ഫസ്റ്റ് നമ്മളാണ്. അതാണ് കുട്ടികൾ 1.5 വയസ്സായിട്ട് നടന്നില്ലേ, ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, കുട്ടി നടന്നു തുടങ്ങിയോ? കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പറയണം നടന്നു തുടങ്ങി എന്ന് പറയാനും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആ ഡോക്ടേഴ്സ് വേറെ കുഴപ്പമൊന്നും പറയില്ല. പക്ഷെ നടന്നു തുടങ്ങിയിട്ടില്ല, 1.5 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടി നടന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കുട്ടിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. ഇനി നമ്മള് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് ആണ് പറയുന്നത്. ഫ്രീഡം ഓഫ് ദ മൂവ്മെന്റ്സ് ഗ്രാൻഡ് ദ ചൈൽഡ് ദ കൺവീനിയൻസ് ടു ഒബ്സർവ് ആൻഡ് എക്സ്പ്ലോർ ദ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാം. നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂം, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ട് വരാം. അങ്ങനെയാണെങ്കിൽ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട് അല്ലെ? ഫുൾ ഫ്രീഡം ആണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർക്ക് അവരുടെ എന്താ പറയുക, പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് മനസ്സിലാക്കി അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ ഫ്രീഡം ആക്കി കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ, അവർക്ക് ഫ്രീ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാമായിരുന്നു, വർക്ക് ചെയ്ത് അവർക്ക് ബോറടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, പുറത്തേക്ക് ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ അവർ നടന്നോട്ടെ, അവർക്ക് അതിൻ്റെതായ ഫ്രീഡം ഉണ്ട്. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടക്കാം, വരാന്തകളിലൂടെ നടക്കാം. അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പറയുമ്പോൾ, ക്ലാസ് സ്ട്രക്ചർ ഒക്കെ പറയുമ്പോൾ വരാന്തകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നടക്കാനും അത് ഫ്രീലി മൂവ് ചെയ്യാനുള്ള ഫ്രീഡംസ് നമ്മളിവിടെ അലോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് freedom of the movement grant the child the convenience to observe and explore the prepared environment. നമ്മൾ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനുമുള്ള ഫ്രീഡം നമ്മൾ മൂവ് ചെയ്ത് അവർ തൊട്ട് നോക്കി ടച്ച് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ്ലി the Montessori child activity use refine her sense and to absorb the world around. അത് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവൻ അബ്സോർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ കാണുന്നു, ടച്ച് ചെയ്ത് നോക്കുന്നു, സെൻസ് ചെയ്തിട്ടാണ്. എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്തിട്ടാണ് അബ്സോർവ് ചെയ്യുന്നത്. By the child in traditional classroom generally confined to her left almost exclusively to listen. നമ്മൾ സാധാരണ ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കുക. നമ്മൾ പഴയ ക്ലാസ് റൂം, നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം അല്ല. മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമുക്ക് കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവരൊരു ആക്ടിവിറ്റി കഴിഞ്ഞു ചെയ്യുന്നു, അത് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് വെക്കാനും, അടുത്ത ആക്ടിവിറ്റി അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അവന് വർക്ക് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവര് ഫ്രീ ആയിട്ട് നടക്കാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ അതിനൊക്കെ ഉള്ള ഫ്രീഡം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്ന് അവർ ആ ഡെസ്കിൽ നിന്നൊന്ന് എഴുന്നേൽക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ടോ?
എഴുന്നേറ്റൊന്ന് നിൽക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇല്ല, പെർമിഷൻ ഇല്ലാണ്ട് അവർ എഴുന്നേറ്റ് നിൽക്കാനും കൂടി ഉള്ള ഫ്രീഡം. ഓക്കെ, കാരണം എന്താണ്? പെർമിഷൻ കൊടുക്കണം. അവിടെ ഭയങ്കര ഡിസിപ്ലിൻ ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ്. എല്ലാവരും ഒബീഡിയന്റ് ആയിരിക്കണം, അനുസരിക്കണം. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെയാണ്? ഫ്രീ ആയിട്ടാണ് കുട്ടികളുടെ അടുത്ത് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കുറച്ചു നേരം ഗാർഡനിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഗാർഡനിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാം. അവർക്ക് എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഫ്രീഡം കൊടുക്കുന്നുണ്ട്. The child in a Montessori classroom is an active rather than passive learner. Passive learners and active learners. Okay. Active learners എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ. പാസീവ് ലേണേഴ്സ് വെച്ച് ജസ്റ്റ് ലിസൺ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നോർമൽ ക്ലാസ് റൂമിലാണെങ്കിൽ ലിസണിങ് മാത്രമേ ഉള്ളൂ, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ജസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് മാക്സിമം എന്തുണ്ട് ഒരു നിർബന്ധമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആവണമെന്ന് നിർബന്ധമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് റെസ്പോണ്ട് ചെയ്യണം, മനസ്സിലായില്ലെങ്കിലും പറയണം. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മൂവ്മെന്റ്സ് ആ ഒരു പാസീവ് ലേണിംഗും ആക്റ്റീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിംഗ് പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും എന്തുണ്ട്, എന്താ പറയാ, കോൺട്രിബ്യൂഷൻ ഉണ്ട്. സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ലേൺ ചെയ്യുന്നത്. പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ വന്നിരുന്ന കുറെ കാര്യങ്ങൾ പറയണം ക്ലാസ്സിൽ. ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാൻ പറയുന്നു, ജസ്റ്റ് ബോർഡിൽ കുറെ കാര്യങ്ങൾ എഴുതിയിടുന്നു, കുട്ടികൾ നോട്ട് പകർത്തുന്നു, നോട്ട് ക്ലോസ് ചെയ്യുന്നു, ടീച്ചർ ക്ലാസ്സിലായിട്ട് പോകും. അതാണ് പാസീവ് ലേണിംഗ്, ജസ്റ്റ് ലേൺ ചെയ്യാൻ മാത്രം. പക്ഷേ who make good use of this field while openly moving about the prepared environment. പക്ഷെ അവിടെ അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ഫ്രീഡം എവിടെ കൊടുക്കുന്നില്ല? ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കൊടുക്കുന്നില്ല. Moreover, the movements is connected to divine the development. നമുക്കറിയാം ഡെവലപ്മെന്റും മൂവ്മെന്റ്സും വളരെ കണക്റ്റഡ് ആണ്. പക്ഷെ ഒരു മൂവ്മെന്റ്സും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. Physical activity nutrient the whole being, including the spirit. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ പറയും സ്കൂളുകളിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പ്ലേ ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്ലേ ടൈം ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ എല്ലാ സ്കൂളുകളിലും പ്ലേ ടൈമില് കുട്ടികളെ അലോ ചെയ്യുന്നുണ്ടോ, കളിക്കാൻ വിടുന്നുണ്ടോ? ഇല്ലല്ലോ, എന്റെ അറിവിലില്ല. മിക്ക സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു മാത്സ് ടീച്ചേഴ്സ് ആയിരിക്കും പ്ലേ ടൈം എന്ത് ചെയ്യുന്നത്, കടമെടുത്ത് ക്ലാസ് എടുക്കുന്നത്. ഭയങ്കര കഷ്ടമാണ് അത്. കാരണം കുട്ടികൾക്ക് ഫിസിക്കൽ മൂവ്മെന്റ്സിന്റെ ടൈമിൽ ഫിസിക്കൽ മൂവ്മെന്റ്സിനുള്ള ടൈം അലോ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം അതൊരു നിയമമാക്കിയിട്ടുണ്ട്. ഞാൻ PT-യുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്റെ പീരീഡ് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് മേടിക്കും. അവർക്ക് പോർഷൻസ് തീരാനുള്ളതിന് അത് മേടിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് അവർക്ക് PT ഉണ്ടെങ്കിൽ ആ പീരീഡ് പിള്ളേരെ കളിക്കാൻ വിടണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെ അറിയില്ല. പക്ഷെ എന്നാലും അത്രയും ഇല്ല. കാരണം ഇപ്പൊ 10th കേട്ടില്ല, 10th-ലൊക്കെയാണ് കൂടുതലായിട്ട് മെന്റൽ ഡെവലപ്മെന്റ് വേണ്ടത് കുട്ടികൾക്ക്. പക്ഷെ അവർക്ക് PT അവർ കഴിഞ്ഞാലേ ഇതേ കുറിച്ച് ഒരു ദിവസം ഇങ്ങനെ ടീച്ചറിനോട് സംസാരിച്ചു. നിങ്ങളെന്താ കൊച്ചുങ്ങളെ വിടാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ടീച്ചർ പറയാണ്, ഇതുങ്ങൾ പോയി കഴിഞ്ഞാല് ഇവന്മാരൊരു ഫുട്ബോൾ കളിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവനെ ഉപദ്രവിക്കുക എന്നുള്ളത് അവരുടേത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുങ്ങളെയും കൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും എന്നൊക്കെയാ പറയും. ഇപ്പോഴത്തെ പിള്ളേർക്ക് മറ്റുള്ളവർക്ക് വേദനിക്കും എന്നുള്ള ഫീലൊന്നും ഇല്ലെന്നേ. എന്നാ പക്ഷെ നമ്മൾ ആദ്യമേ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാണ്. ഞാൻ പറയാം, ഞാൻ പഠിച്ച സ്കൂളിൽ PT-ക്ക് ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർക്ക് നിർബന്ധമാണ് PT-യുടെ അവർ ഒരു കാരണവശാലും എന്തെയില്ല ഒരാൾക്കും കൊടുക്കില്ല എന്നുള്ളത് ടീച്ചറിന്റെ നിർബന്ധമാണ്. ടീച്ചർ സ്ട്രിക്റ്റ് ആണ്. അപ്പോ PT അവർ എന്ത് വന്നാലും കുട്ടികൾ എല്ലാവരും ഗ്രൗണ്ടിൽ വേണം. എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളാണെങ്കിൽ മാത്രമാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നത്. വീട്ടിൽ അവിടെ ടീച്ചർ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. എന്താ പറയാ, വെറുതെ ആയിരിക്കും 2 റൗണ്ടൊക്കെ വെറുതെ കിടന്നാൽ ഗ്രൗണ്ട് ഓടിക്കും, കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കും. ഞങ്ങളോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിച്ചോ എന്ന് പറയും. ഞങ്ങൾ ടീച്ചർ ഫുൾ ടൈം ടീച്ചർ ആ ഗ്രൗണ്ടിൽ ഞങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ കുറച്ച് അവർ പ്ലേ ടൈം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം
ഡെവലപ്മെന്റ് പ്രോപ്പർ നമ്മള് ആവണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് കേറുമ്പോ പിള്ളേർക്ക് എന്തോ ഭയങ്കര സന്തോഷാണ്. എന്തോ ഈ സ്വർഗം കിട്ടിയ പോലെ. കുട്ടികളെ കളിക്കാൻ വിടില്ല, PT മിസ്സാണല്ലോ വന്നത്, എന്തായാലും കളിക്കാൻ കൊണ്ടുപോകുന്നുള്ള ആ ഒരു സന്തോഷാണ് പിള്ളേരുടെ മുഖത്ത്. എന്തായാലും മിസ്സേ വേറെ ആർക്കും കൊടുക്കില്ല, വേറെ ആർക്കും കൊടുക്കില്ലേ എന്ന് പറച്ചില്ല. സത്യമാണ്, കൊടുക്കരുത് വേറെ ആർക്കും. കാരണം എന്താണ്, അവരെ കുറെ എല്ലാ സമയവും ഇത് പഠിക്കും. ആ ബെഞ്ചും ഡെസ്കും അനങ്ങാണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒന്ന് എഴുന്നേക്കാൻ പോലുള്ള പെർമിഷൻ ഇല്ല, ഒന്ന് കുനിയാൻ പെർമിഷൻ ഇല്ല, ഒന്ന് കൈയ്യൊന്ന് വെക്കാനുള്ള പെർമിഷൻ ഇല്ല. ഫുൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടേബിളിൽ. പക്ഷെ നമ്മൾ ആ ഒരു പീരീഡ് അവർ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ട, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള അവരാണ് കുറച്ച് മെന്റൽ എക്സസൈസും ഫിസിക്കൽ എക്സസൈസും ഒക്കെ ചെയ്യാനുള്ള ടൈമാണ്. അത് ഒരു കാരണവശാലും മറ്റു ടീച്ചേഴ്സിനെ അലൗ ചെയ്യരുതെന്നാണ് എന്റെയും അഭിപ്രായം. അപ്പൊ നോർമലി അങ്ങനെ എല്ലാ സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. Montessori accepts if the muscle which should not normally be functions are dominant, there is not only physical but a psychic depression as well. നമ്മളിപ്പോ മസിൽസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഒരു കുട്ടി അനങ്ങാതെ ബെഞ്ചിന്റെ അവിടെ തന്നെ ഇരിക്കണം, ഇന്റർവെല്ലിൽ അവൻ പുറത്തു പോകുന്നില്ല, അവൻ ക്ലാസ്സിൽ വരുന്നു, ആ ഒരു സ്ഥലത്ത് അവന്റെ പ്ലേസിൽ പോയിരിക്കുന്നു, ബുക്ക് എടുക്കുന്നു, അവൻ എന്തൊക്കെയോ ടീച്ചർ പറയുന്നു അതെല്ലാം എഴുതിയെടുക്കുന്നു, ബുക്ക് എടുത്ത് വെക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെയും അവിടെ തന്നെ ഇരിക്കുകയാണ്. അനങ്ങാതെ ആ ഒരു സീറ്റിൽ നിന്ന് അനങ്ങാതിരിക്കുകയാണെങ്കിൽ അവന് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നം മാത്രമല്ല, അവന് സൈക്കിക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇന്റർവെല്ലിന് കളിക്കാൻ പോകുമ്പോ പോലും കുട്ടികൾ അല്ലെങ്കിൽ ബാത്റൂമിലോ ടോയ്ലറ്റിലോ പോകുമ്പോ പോലും ഹോൾഡ് യുവർ ഹാൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവരെ പുറകിൽ കൈ കെട്ടിയിട്ട് ലൈനായിട്ട് നടന്നു പോകുള്ളൂ, ലൈനായിട്ട് തന്നെ തിരിച്ചുള്ളൂ. ആ സമയത്ത് പോലും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളോട് വർത്താനം പറയാൻ പോലുള്ള പെർമിഷൻ അവർക്കില്ല. ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെന്ന സമയത്ത് ആ ഇന്റർവെൽ ടൈമിലെങ്കിലും പിള്ളേർ ഓടി കളിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാറിനൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നും. നമ്മുടെ സ്കൂളിന്റെ ഡിസിപ്ലിൻ ആണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ, നമ്മളെയൊക്കെ മാനേജ്മെന്റ് സ്കൂളുകളിലും മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഇന്റർവെൽ ടൈമിലൊക്കെ എന്ത് ഹാപ്പി ആയിട്ട് നമ്മള് കുട്ടികളായിട്ട് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ സമയത്ത് CBSE കൂടുതൽ അങ്ങനെയുള്ളത് കേട്ടോ. പേരൻസ് മീറ്റ് ടീച്ചേഴ്സ് അതിനോട് അത് കംപ്ലൈന്റ് പറയണം. പേരൻസ് മിണ്ടാതിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. അവരെങ്ങനെ കുട്ടികളെ ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുക്കാതിരുന്ന അവരുടെ മൈൻഡ് ഡെവലപ്പ് ആവുന്നില്ല, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നില്ല, അവരുടെ സ്കിൽ ഡെവലപ്പ് ആവുന്നില്ല. പിന്നെ അടിച്ചിരുത്തി പഠിപ്പിച്ചിട്ട് മാത്രം എന്നാ പ്രയോജനം? അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലെന്ന് നമ്മളും ആസ് എ ടീച്ചറാണെന്ന് അവരുടെ മുമ്പിൽ എന്റെ 2 ആമക്കളെ ഞാൻ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെയൊന്നും അടിച്ചിരുത്തിയിട്ട് ഒരു കാര്യത്തിലും അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നുവരെയും പിള്ളേരിൽ നിന്നും അങ്ങനെ പ്രയാസങ്ങളും വന്നിട്ടില്ല. ഞാൻ ടീച്ചേഴ്സിൽ നിന്നും എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. എന്റെ അഭിപ്രായം മോണ്ടിസറി മെത്തേഡ് ആണ് ബെറ്റർ മെത്തേഡ്, ഫ്രീഡം ഓഫ് ചോയ്സ്. അതല്ലേ അതിന്റെ കറക്റ്റ്? എല്ലാ പാരന്റ്സ് അങ്ങനെ തിങ്ക് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മളെപ്പോലെ നമ്മളിപ്പോ മോണ്ടിസോറി പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അത് തിങ്ക് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാ പാരന്റ്സും ഇതേപോലെ തിങ്ക് ചെയ്യണമെന്നില്ല. ചിലർ വിചാരിക്കുന്നത് ഇതേപോലെ ഡിസിപ്ലിൻ ഫോളോ ചെയ്താലാണ് എന്റെ മകൻ ഭയങ്കരമായിട്ട് സ്റ്റാൻഡേർഡ് ഉള്ള പോലെ ഫീൽ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം പാരന്റ്സ് ഉണ്ട്. എന്നുവെച്ചാല് വർത്താനം പറയുന്നത്, മലയാളം യൂസ് ചെയ്യുന്നത്. അപ്പോ ക്ലാസ്സിൽ CBSE സ്കൂളിലൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. മലയാളം ലാംഗ്വേജ് അവരുടെ ഇന്റർവെൽ ടൈമിൽ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ പോലും സംസാരിക്കാൻ പാടില്ല, അവരുടെ യൂണിഫോം അൺനീറ്റ് ആയിട്ട് ഇൻ ചെയ്തെന്ന് കുറച്ച് മാറാൻ പാടില്ല, സോക്സ് ഒന്ന് താഴ്ന്നു പോകാൻ പാടില്ല, ID കാർഡ് പുറത്തേക്ക്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകളും ഉണ്ട്. അവര് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്ത് എല്ലാവരോടും ഇൻ ചെയ്ത് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് സ്കൂളിൽ നിന്ന് പോകാറുള്ളൂ, സ്കൂളിലോട്ട് വരാറുള്ളൂ. ഇതൊക്കെ നമ്മൾ കുറെയൊക്കെ നമ്മുടെ പേരൻസും മറ്റുള്ള ഈ മാനേജ്മെന്റ് സ്കൂളുകളിലെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ആ ഒരു നീറ്റ്നെസ് ഒക്കെ കുറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്, നമ്മുടെ കുട്ടി നല്ല നീറ്റായിട്ട് നല്ല ഡിസിപ്ലിൻ ഉള്ള സ്കൂളിലാണ് പഠിക്കുന്നതൊക്കെ നമ്മൾ പേരൻസും കുറെയൊക്കെ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ CBSE സ്കൂളിലെ കുട്ടികളിലൊക്കെ നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ പറയുന്നത് പാൽക്കുപ്പികൾ, അവർ ആ ഒരു രീതിയിലാണ് നടക്കുള്ളൂ, ആ ഒരു രീതിയിൽ തന്നെയാണ് നടക്കുള്ളൂ. അവരുടെ ആ ഒരു ആക്റ്റീവ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഓക്കേടാ, മാക്സിമം അത്രയും സ്ട്രിക്റ്റ് ആവാതിരിക്കാൻ നോക്കാം, അവർക്ക് ഫ്രീഡം കൊടുക്കുക.
അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കുക. അവർ ദുരുപയോഗം ചെയ്യും എന്നില്ല. അവർക്ക് ഫ്രീഡം അലോ ചെയ്യുകയാണെങ്കിൽ അവർ ആ ഫ്രീഡം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ സൈക്കിക് ആയിട്ടുള്ള ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ അനങ്ങാതിരുന്ന് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്ത് അവന്റെ സീറ്റിൽ നിന്ന് അനങ്ങാതിരിക്കുന്ന കുട്ടികൾക്ക് സൈക്കിക് ഡിപ്രഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഈസ് വൈ ദ ആക്ഷൻ ക്യാൻ ഹാവ് ദിസ് ഈസ് വൈ ആക്ഷൻ ക്യാൻ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൾസോ അപ്പോൺ വൺ സ്പിരിച്വൽ എനർജി. ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ എനർജിയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയുടെ പ്രവൃത്തിക്ക് ചെയ്യാൻ പറ്റും. Without activity, a child energy supply is drained. കുട്ടികൾക്ക് നല്ല എനർജി ഉണ്ട്, അവരത് യൂസ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റ് ആയി പോവാണ്. Forcing learning to be more difficult task than it would be if there was freedom to move. നമ്മള് ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ആണ്. അവർക്ക് ഫ്രീഡം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. Dr. Montessori emphasized in a fact, it is only by moments the personality can be expressed itself. നമുക്ക് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫ്രീഡം ഓഫ് ദ മൊമെന്റ്സ് ക്ലിയർലി റിലേറ്റഡ് ടു ഫ്രീഡം ഇൻ ജനറൽ. ഫ്രീഡം, നമ്മുടെ മൊമെന്റ്സിന് ഫ്രീഡം അലോ ചെയ്യുകയാണെങ്കിൽ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു കുറച്ച് കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. മോണ്ടിസോറി ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ മോറോവർ മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ഡിവൈൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അവിടെ തൊട്ട് ഒന്നും കൂടി പറയാവോ? എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ നോക്കട്ടെ എത്രാമത്തെ സെന്റൻസ് ആണ്? മോർ ഓവർ ദ മൊമെന്റ്സ്. ഓക്കെ, ഇവിടെ മുതൽ അല്ലേ? നോക്കട്ടാ. മോർ ഓഫ് ദ മൊമെന്റ്സ് ഇസ് കണക്റ്റഡ് വിത്ത് ഡിവൈൻ ഡെവലപ്മെന്റ്. മൊമെന്റ്സും ഡെവലപ്മെന്റും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്താ പറയുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്പിരിറ്റിന് എന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക നമുക്ക് നല്ല രീതിയിൽ മൊമെന്റ്സ് മെന്റൽ എനർജി കിട്ടുള്ളൂ. മോൺസോറി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലി എന്താണ് ഫങ്ഷനിങ് ഒന്നും ഇല്ലാതെ അനങ്ങാതെ ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ സൈക്കിക് ആയിട്ടുള്ള ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കുട്ടി അനങ്ങാതെ നല്ല എന്താ പറയാ അവൻ വരുന്നു, അവൻ സീറ്റിലിരിക്കുന്നു, പോകുന്നു, അങ്ങനെയാണെങ്കിൽ അവന് എന്തോ ഒരു മെന്റലി എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്നുവെച്ചാൽ സൈക്കിക് ആയിട്ടുള്ള ഡിപ്രഷനിലേക്ക് അവൻ പോവാണ്, ഡീവിയേഷൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ളവർ പറയുമ്പോൾ അത് അച്ചടക്കമാണ്. നമ്മൾ പറയുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ അവന് എന്തുള്ളൂ, മെന്റൽ ഡെവലപ്മെന്റ് ഉള്ളൂ. This is why an action can influence also upon one spiritual energy. നമ്മുടെ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ആക്ഷൻസ് ആണ്. വിത്തൗട്ട് ആക്ടിവിറ്റി ദ ചൈൽഡ് എനർജി സപ്ലൈസ് ഡ്രെയിൻഡ്. നമ്മൾ പറയും കുട്ടികൾക്ക് നല്ല എനർജിയാണ്, എനർജറ്റിക് ആണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, എനർജറ്റിക് ആണ്, നമുക്ക് നല്ല എന്തുണ്ട് ഒരു കാര്യം ചെയ്യാൻ, നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി ഉണ്ട്. Forcing learning to be more difficult task, then it would be there the freedom to move. നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ലേൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Dr. Montessori emphasized, in fact, it is only moments that the personality can be expressed itself. Moments നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവൻ എങ്ങനെ മൂവ് ചെയ്യണം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ് ആണ് ഒരു എങ്ങനെയാണ് പബ്ലിക്കിൽ പുറത്ത് ജനറൽ ആയിട്ട് അവരുടെ ഫ്രീഡം എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത്. Montessori believed that child who is control of itself, prepared to make analytical choice, resist felt logically temptation is free. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നല്ല രീതിയിൽ അവന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ അവന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചോയ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് ഈ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, ഈ ദേഷ്യം വരുന്നത്, പെട്ടെന്ന് കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവൻ ഫ്രീ ആയിരിക്കും. Therefore, freedom goes in the hands in hand with responsibility and self discipline. നമ്മൾ പഠിച്ചു, നമ്മൾ
1 മിനിറ്റ്. കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. നല്ല റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ ഫ്രീഡം അവർ മാക്സിമം യൂസ് ചെയ്യും. അതിലൂടെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. Within the prepared environment, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ the child is allowed to develop his focus, his become self-disciplined. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്, നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിലൂടെ അവർ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് മാറും. ആൻഡ് ആക്ട് വിത്ത് റെസ്പോൺസിബിലിറ്റി. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. He is by that able to become fully free. അതെന്തുകൊണ്ടാണ്? അവൻ ഫുൾ ഫ്രീ ആണ്, അവൻ ഫുള്ളി ഫ്രീ ആണ്. അതുകൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങളും അത്ര റെസ്പോൺസിബിലിറ്റിയോട് കൂടി നല്ല സെൽഫ് ഡിസിപ്ലിനോട് കൂടി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇൻ ഷോർട്ട്, മൂവ്മെന്റ്സ് ലീഡ്സ് ടു മസിൽസ് ഇംപ്രൂവ്മെന്റ്, സ്റ്റിമുലേറ്റ് ദ മൈൻഡ് ആൻഡ് ഫീലിംഗ്. നമ്മള് എവിടെയാണ് പഠിച്ചത്? ഹെൽത്തി മൈൻഡ് ഈസ് ഓൺലി ഇൻ ഹെൽത്തി ബോഡി. അങ്ങനൊരു കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ബോഡി അത് പഠിച്ചിട്ടുണ്ട്. സൗണ്ട് ഹെൽത്തി മൈൻഡ്, സൗണ്ട് മൈൻഡ് ഓൺലി ഇൻ സൗണ്ട് ബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താ പറയാൻ കാരണം? നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ശരീരത്തിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കുള്ളൂ. ഓക്കെ, നോക്കാം. In short, movements leads to muscle improvement, stimulate the mind and feeling. നമ്മൾ പറഞ്ഞു മസിൽസ് ഇംപ്രൂവ്മെന്റ് വരണമെങ്കിൽ മൂവ്മെന്റ്സ് വേണം. നമ്മുടെ മൈൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂവ്മെന്റ്സ് വേണം. ഡെവലപ്പ് ഇൻഡിപെൻഡൻസ്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട് മൂവ്മെന്റ്സ് വേണം. കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി മൂവ്മെന്റ്സ് വേണം. കാരണം വർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ്സും അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരുപാട് ഞാൻ പറഞ്ഞ ഡാൻസും അതേപോലെ സ്പോർട്സിലൊക്കെ എന്ത് ചെയ്യുന്ന ആൾക്കാർക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ആയിരിക്കും. കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മൂവ്മെന്റ്സ് വേണം. ത്രൂ അജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ മൂവ്മെന്റ്സ് വേണം. ലാംഗ്വേജ് ലീഡ്സ് ടു നോർമലൈസേഷൻ. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരുന്നു, നോർമലൈസേഷന് കാരണമാകുന്നു. ആൻഡ് ടോട്ടലി റിസൾട്ട് ഇൻ എ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. ഇതെല്ലാം എന്ത് കൊണ്ടുവരുന്നു? ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ് കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നു. ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും ഒരു കുട്ടിക്ക് കൊണ്ടുവരാനായിട്ട് ഈ എല്ലാ കാര്യങ്ങളും മെയിൻലി മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അവന്റെ മൂവ്മെന്റ്സ് വഴി മസിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു, മൈൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യുന്നു, ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, കോൺഫിഡൻസ് കൂടുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യാൻ അവന് കോൺഫിഡൻസ് കൂടുന്നു, ലാംഗ്വേജ് കൂടുന്നു. ഇതെല്ലാം നോർമലൈസേഷന് കാരണമാകുന്നു. അങ്ങനെ ഒരു കുട്ടി നല്ല രീതിയിൽ മൂവ് ചെയ്യാണ്, നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. അല്ലാതെ ഒരു എല്ലാ കാര്യങ്ങളും കേട്ട് അനുസരണയോടുകൂടി ഭയങ്കര ഓവർ അച്ചടക്കത്തോടു കൂടി അവന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും എഴുന്നേക്കാതെ അവന്റെ ഡ്യൂട്ടീസ് മാത്രം ചെയ്യുകയാണെങ്കിൽ അവൻ എന്തോ പ്രശ്നമുണ്ട്, ഡീവിയേഷൻ ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നല്ല ആക്റ്റീവായിട്ട് നല്ല ചെറുചെറുപ്പോട് കൂടി ഓരോ ആക്ടിവിറ്റീസ് നല്ല കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്ന കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ഹെൽത്തി ബോഡി, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകുക. ഓക്കെ, ഇതിന് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. സ്പിരിറ്റ് എന്ന് പറയുന്നത് മൈൻഡ് എന്നാണ് ഇവിടെ മീനിങ് ഉദ്ദേശിക്കുന്നത്. ഫ്ലഷ് എന്ന് പറയുന്നത് ബോഡിയാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്, മനസ്സും ശരീരവുമാണ്. ഓക്കെ, മനസ്സും ശരീരം. According to Montessori, during the infant stage, the child wants to do many things but does not have the power to do it. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ഇൻഫന്റ് സ്റ്റേജിൽ കുട്ടിക്കാലത്ത് പക്ഷെ അതിനുള്ള പവർ നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? നമുക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ല. നമുക്ക് പറക്കണം ആഗ്രഹം ഉണ്ടാവും, ചില ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടുന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ല. സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വില്ല് ചെയ്യുന്നുണ്ട്, നമുക്ക് പറക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബോഡി എങ്ങനെയാണ്? വീക്കാണ്. ദ ഫ്ലഷ് സ്റ്റാൻഡ്സ് ഫോർ almost absolute complicity of the voluntary muscles
വിത്ത് വിച്ച് വി ക്യാൻ ഇംപ്രൂവ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ വോളണ്ടറി മസിൽസ്, നമ്മുടെ ബിസിനസ് നമ്മുടെ ബോഡിയാണ്. നമുക്ക് ബോഡി മൂവ് ചെയ്യാൻ പറ്റും. ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റുമോ? കുഞ്ഞു കുട്ടികൾക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പറക്കാൻ പറ്റും ഇല്ല. They are the materials out of which the child will have to create his instruments. അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസം 1 വയസ്സ് ഉള്ളപ്പോ അവൻ നല്ല രീതിയിൽ സ്പീഡ് ഓടുന്നുണ്ടാവും. പക്ഷെ അവനത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവന് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവൻ വീണ് പോകുന്നത്. നടക്കുമ്പോ അവന് വീണ് പോകാൻ കാരണം എന്താണ്? ഓരോ അടി വെക്കുമ്പോഴും വീഴുന്നത് അവന് പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. The child at birth lack of coordination. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവന്റെ കോർഡിനേഷൻ കുറവാണ്. Because of the development of his nervous system is insufficient. ബാക്കി എല്ലാ ജീവികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ബാക്കിയുള്ള ജീവജാലങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു പശുവിന്റെ കുട്ടിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പശുക്കുട്ടിയാണെങ്കിൽ അത് എന്താ ഡെലിവറി കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് നിന്നോളും. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് 1.5 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം എടുക്കുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്മെന്റ്, നെർവസ് സിസ്റ്റം അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നടക്കാനൊക്കെ വൈകുന്നത്. He requires practice to develop his nervous system. അവന് പ്രാക്ടീസ് ചെയ്യുന്ന നെർവസ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവൻ പ്രാക്ടീസ് ചെയ്യണം. അവൻ പതുക്കെ പിടിച്ചു നിൽക്കും, വീട് പോയി, വീണ്ടും പിടിച്ചു നിൽക്കും, വീണ്ടും വീഴും. അങ്ങനെ പിടിച്ചു നിന്നാൽ അവനൊരു ബാലൻസ് ആകും അല്ലെ. ഒരു ബാലൻസ് ഉണ്ട്. ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കും, വീണ്ടും വീണ്ടും പോയി, വീണ്ടും എഴുന്നേക്കും, വീണ്ടും അടുത്ത സ്റ്റെപ്പ് വയ്ക്കും, വീണ്ടും വീണ്ടും. അങ്ങനെ പ്രാക്ടീസിലൂടെയാണ് അവൻ ഈ നെർവസ് സിസ്റ്റംസും അതേപോലെ അവന്റെ ഹാൻഡ് മൂവ്മെന്റ്സും ലെഗ് മൂവ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് എ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ്സ് മൂവ്മെന്റ്സ്. നമ്മുടെ സൈക്കിക് ആയിട്ടുള്ള മൈൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ആണ് പ്രോപ്പർ ആയിട്ട് മൂവ്മെന്റ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഈ മൂവ്മെന്റ്സ് പ്രോപ്പർ ആയാൽ മാത്രമേ ഇവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, വലിയ പാരഗ്രാഫ് ഒക്കെ അല്ലേ വായിച്ചത്? ഒന്ന് റീഡ് ചെയ്ത് നോക്കി ഇത്രയും പോർഷൻ. കാരണം ഫുള്ള് മൊമെന്റ്സ് എളുപ്പമാണ്, നമുക്ക് ഈസിയാണ്. പക്ഷെ ഇങ്ങനെ പാരഗ്രാഫ് വൈസ് തരുമ്പോഴാണ് കുറച്ചും കൂടി പാട്. അത് വായിച്ചത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ചും കൂടി പാടാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞ സമയത്ത് കണ്ടന്റ് വെച്ചിട്ട് റീഡ് ചെയ്യാം. അല്ല അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ലാതെ ഇത് പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും, എന്നാലും കണ്ടന്റ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ബാക്കിയുള്ള പോർഷൻ എളുപ്പമാണ്. ഈ ഒരു 2 പാരഗ്രാഫ് പറഞ്ഞു വരാനായിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റ്സും ഇമ്പോർട്ടൻസും പറയാൻ ഭയങ്കര പാടുന്നല്ല, നമുക്ക് പറയാൻ എളുപ്പമാണ്. അത് റീഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. റീഡ് ചെയ്യും. മാം ഓക്കേടാ. ആൽഫബറ്റ്സ് നമ്പേഴ്സ് അല്ലേ? സാൻഡ് പേപ്പർ അല്ലേ ചെയ്തിരിക്കണേ? അത് വെനസ്ഡേ മാം, നാളെയാണ്. വെനസ്ഡേ കാണിച്ചാൽ മതി. റെസ്റ്റിനെ പറഞ്ഞോടാ. അല്ല, ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട്. ആണോ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. ഷുവർ മാം, എന്റെ മാക്സിമം ബെസ്റ്റ് ഞാൻ എടുക്കും. എന്താണ്? എന്റെ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ നോക്കും. ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യാം. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് കിട്ടിയ ജോബാണ്. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ എടുക്കാം. എന്നുവെച്ചാല് നമ്മളെ പാഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് 100% ഡെഡിക്കേഷൻ കൊടുത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ,
റീഡ് ചെയ്യാട്ടെ എല്ലാവരും. ഞാൻ പറയണ കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം. ഞാൻ സ്റ്റക്ക് ആയത് പോലെ തോന്നി. കേൾക്കാം മാം. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് വരാട്ടാ നെക്സ്റ്റ് ക്ലാസ്സിൽ. നാളെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കാം. ആക്ടിവിറ്റീസ് എന്തെങ്കിലും നാളെ പ്രസന്റ് ചെയ്യാനുള്ള ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും ചെയ്യാനില്ലേ? അതും കംപ്ലീറ്റ് ചെയ്തിട്ട് വരാട്ടാ. ഗ്ലിറ്റർ പേപ്പർ ചെയ്താൽ കുഴപ്പമുണ്ടോ? എന്താണ് ഗ്ലിറ്റർ പേപ്പർ ഉണ്ടല്ലോ, ഗ്ലിറ്റർ പേപ്പറോ? യെസ്. കുഴപ്പമില്ല, മോന് കാണിച്ചു തന്നാൽ മതി എങ്ങനെയാണോ എന്നുള്ളത്. നെക്സ്റ്റ് ഡേ കാണിച്ചാൽ മതി. നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, സൈഡ് ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം പറയുന്നത്. ഇവിടെ കത്രിക ഭയങ്കരമായിട്ട് ദൂഷം പോകുന്നു. എന്താണ്? സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് വരുമ്പേ നമ്മുടെ കത്രിക പണിയാവുന്നുണ്ട്. കത്രികയുടെ മൂർച്ച ഫുള്ള് പോകുന്നുണ്ട്. ആണല്ലേ, പാടാണല്ലേ. നല്ല പാടാ, കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാ. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. സൈൻ ഔട്ട് പറയട്ടെ. സൈൻ ഔട്ട് പറഞ്ഞോട്ടോ. ഞാനിത് പറയുന്നത് രത്തൻ ടാറ്റയുടെ ആണ്. ഇഫ് യു വോണ്ട് ടു വാക്ക് ഫാസ്റ്റ്, വാക്ക് അലോൺ. ബട്ട് ഇഫ് യു വോണ്ട് ടു വാക്ക് ഫാർ, വാക്ക് ടുഗെദർ. രത്തൻ ടാറ്റ. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. സൈൻ ഔട്ട് ബൈ മോനിഷ പാലക്കാട്. ഓക്കെ, താങ്ക് യു ഡാ.